ഹലോ, വെൽക്കം ടു ടേസ്റ്റി ട്രാവൽസ് വിത്ത് ലച്ചു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മില്ലറ്റ് ഉപ്മാവാണ് കേട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അരമണിക്കൂർ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഈ മില്ലറ്റ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് നിൽക്കുന്നത് വരെയുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് മില്ലറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ആ 1 കപ്പിൽ നിറയെ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇതൊന്ന് കവർ ചെയ്ത് വെക്കും. നമ്മൾക്കിതിൽ ഒരു 2 വിസിൽ വരുന്നവരാണിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൽ പിന്നെ ഉപ്പോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. അത് പിന്നെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാം. നമ്മളിപ്പോൾ വേവിക്കുമ്പോൾ ഉപ്പൊന്നും വേറെ ഒന്നും ചേർക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടൈം കൊണ്ട് വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് റെഡിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്ക് വേണ്ടി ഒരു ടിപ്പ് ഷെയർ ചെയ്യാമെന്ന് തോന്നി. കാരണം നമ്മൾ ഈ ഉള്ളി അരിയുമ്പോൾ നമുക്ക് കണ്ണ് നീറില്ലേ, അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഈ പോർഷനില്ലേ, ഈ ഭാഗം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റരുത്. ഇത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ണ് നീറില്ല. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഉള്ളി വേണം, സവാള, അതൊരു ചെറിയൊരു ഉള്ളി ആയതുകൊണ്ട് ഞാനൊരു ഫുൾ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റ്, അതൊരു അരക്കഷ്ണമൊക്കെ മതിയാവും. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി. ഇതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടോ കുറക്കോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ ബീൻസ് ആഡ് ചെയ്യാം, അതുപോലെ ഗ്രീൻ പീസൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ മില്ലറ്റ് ഇവിടെ വെന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമുക്കത് വെന്തിട്ട് അതിൻ്റെ സ്റ്റീം പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തെനയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ചൂടാക്കാം. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബീൻസ്, ഗ്രീൻ പീസ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് പിന്നെയും നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. നമ്മൾ തിന വേവിച്ചതാണെങ്കിലും അതിൻ്റെ തണുക്കും തോറും അത് കുറച്ചും കൂടെ കട്ടിയാവും. അപ്പോൾ നമ്മളൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്, ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് വെള്ളം ചേർത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെ തേന ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ. അപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ തെന ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണിത്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളെ തെന ഉപ്മാവ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.